പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി, ലോക ചരിത്രകാരൻ, അദ്ദേഹം പറഞ്ഞു ലളിത ജീവിതം നയിച്ച കർമ്മയോഗിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ലളിത ജീവിതം നയിച്ച കർമ്മയോഗി. ഖലീഫയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഉപജീവനത്തിന് വഴിയുണ്ടായിരുന്നു. അത് വ്യാപാരമായിരുന്നു. കച്ചവടം കൊണ്ട് കിട്ടുന്നത് കൊണ്ടാണ് കുടുംബം കഴിഞ്ഞത്. അതായിരുന്നു ആരാ പറയണത്? പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി. ഒറ്റ കുപ്പായം കൊണ്ടാണ് ഖലീഫ ഒരുപാട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതെന്ന് അമേരിക്കക്കാരനായ പ്രൊഫസർ ഫിലിപ്പ് കെ ഹിറ്റി ദ ഹിസ്റ്ററി ഓഫ് ദി അറബ്സ് എന്ന പുസ്തകത്തിൽ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ജസ്റ്റിസ് അമീർ അലി തന്റെ പ്രസിദ്ധമായ ചരിത്ര പുസ്തകത്തിൽ പറയുകയാണ്, ശക്തനെങ്കിലും നീതിമാനായിരുന്നു ഉമർ. ഉമറിന്റെ നിര്യാണം മുസ്ലിം ലോകത്തിനേറ്റ കനത്ത ആഘാതമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഡ്രസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ക്രൈസ്തവ പാതിരി, ക്രൈസ്തവ പണ്ഡിതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കുപ്പായം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, യാത്ര ചെയ്ത് വളരെ അകലെ നിന്ന് വന്നതല്ലേ, ഈ ഒരു കുപ്പായം കൂടി സ്വീകരിച്ചാലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ക്രൈസ്തവ സമുദായത്തിന്റെ സമ്മാനമാണ്. ഇതാ ഒരു കുപ്പായം, ഇതാ ഒരു കുപ്പായം സ്വീകരിച്ചാലും ഉമർ റളിയല്ലാഹു അൻഹു അത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുപ്പായം ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സമ്മാനത്തിന് നന്ദി, പക്ഷേ വിയർപ്പ് വലിച്ചു കുടിക്കാൻ എന്റെ കുപ്പായം തന്നെയാണ് നല്ലതെന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചാലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സമ്മാനം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ആ കോട്ടൺ കുപ്പായം തന്നെ എനിക്ക് നല്ലതെന്ന് റസൂലുള്ളാഹിന്റെ പ്രതിനിധി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ അവസരത്തിൽ ആ ക്രൈസ്തവ പണ്ഡിതനോട് പറഞ്ഞു. ഫലസ്തീനിലേക്ക് പോയ യാത്രയെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ യാത്ര? ആ യാത്ര അത്ഭുതകരമായ യാത്രയാണ്. ഒരൊറ്റ ഒട്ടകയുള്ള യാത്ര ചെയ്ത് പോകാൻ. ഖലീഫ പോവാൻ, ഫലസ്തീനിലേക്ക് പോവാൻ. എന്തിനാ പോണത്? ആ നഗരങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കി. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് അന്നൊക്കെ നഗരത്തിന് കോട്ട ഉണ്ടാവും. നഗരത്തിന് കോട്ടയാണ്, അതിനൊരു താക്കോലുണ്ടാവും. ഇന്നത്തെ മാതിരിയല്ല, നഗരം ശത്രുക്കളുടെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ ചുറ്റുവട്ടത്തും കോട്ട കെട്ടും. നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നല്ലോ, കോഴിക്കോട്ടെ കോട്ട, ചാലിയത്ത് കോട്ട, അതൊക്കെ അങ്ങനെയായിരുന്നു. ഈ കോട്ടയ്ക്ക് വാതിലുണ്ടാവും, താക്കോലുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന നഗരത്തിന് കോട്ടയുണ്ട്, അതിന് താക്കോലുണ്ട്. ഈ താക്കോല് മുസ്ലിങ്ങൾക്ക് അവിടുത്തെ രാജാവ് കൈമാറുന്ന സമയം വന്നപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഖലീഫ നേരിട്ട് വന്ന് സ്വീകരിച്ചാലേ ഞാൻ താക്കോല് തരുള്ളൂ. എന്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളെ കയ്യിലും തരാൻ ഉദ്ദേശമല്ല, ഉമർ വരട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു താക്കോല് വാങ്ങാൻ വേണ്ടി മദീനത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. നോക്കുമ്പോ രാജ്യം ഭരിക്കുന്ന വലിയ ഖലീഫയാണ്. അവിടെ കൊടിയും തോരണങ്ങളും സ്വീകരണമാണ്. ക്രൈസ്തവ നേതാക്കന്മാര് കാത്തിരിക്കുകയാണ്. പക്ഷേ എന്ത് പറഞ്ഞിട്ടെന്താ, പോകാൻ ഒരൊറ്റ വാഹനമേ ഉള്ളൂ, കൂടെ ഒരു അടിമയുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? പുറപ്പെടാൻ നേരത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അടിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങള്, നമുക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എഗ്രിമെന്റിൽ എത്താം. അടിമ പറഞ്ഞു, എന്താ വേണ്ടത് അമീറുൽ മുഅ്മിനീൻ, എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തിനും തയ്യാർ. തയ്യാറ്. ഒരു വാഹനമേ ഉള്ളൂ, പകുതി സമയം ഞാൻ കയറും, അപ്പൊ നീ നടക്കുക. പിന്നെ പകുതി നീ കയറണം, അപ്പൊ ഞാൻ നടക്കുക. അത്രയും സമയം. ഈ ഭൃത്യൻ സമ്മതിച്ചില്ല. നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറണം, മുഴുവൻ സമയവും കയറണം, ഞാനതിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നുകൊള്ളാം. അധികം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. ആ പഴയ പരുക്കൻ സ്വഭാവം. പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. പകുതി ഞാൻ വാഹനപ്പുറത്ത്, പകുതി നീ വാഹനപ്പുറത്ത്. അങ്ങനെ സമ്മതിച്ച് യാത്ര പുറപ്പെട്ട് രണ്ടാളും കൂടി യാത്ര പോവുകയാണ്. യാത്ര പോയി അതാ ഫലസ്തീനിൽ സ്വീകരണമാണ്. താക്കോല് വാങ്ങാൻ ഉമർ വരികയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്ത് കളയാൻ കഴിഞ്ഞ വില്ലാളി വീരൻ കടന്നു വരികയാണ്. കിഴക്കിനെ വിറകൊള്ളിച്ച പുലിക്കുട്ടി കടന്നു വരികയാണ്. പടിഞ്ഞാറിനെ തകർത്ത് കളഞ്ഞ വീരവ്യാഘ്രം കടന്നു വരികയാണ്. വലിയ സ്വീകരണങ്ങൾ. ദൂരെ നിന്നതാ ആളുകൾ കാണുകയാണ്, രാജാവ് കാണുകയാണ്. ഒരൊറ്റ ഒട്ടകം, കൂടെ അംഗരക്ഷകന്മാരില്ല, പട്ടാളമില്ല, സേനയില്ല, കാവൽക്കാരില്ല. ഒറ്റ ഒട്ടകം, കുതിര. ആ ഒട്ടകപ്പുറത്തൊരാളുണ്ട്. ഒട്ടകപ്പുറത്തുള്ള ആളിങ്ങനെ അടുത്തടുത്തുകൊണ്ട് വന്നപ്പോ എല്ലാവരും ഒട്ടകപ്പുറത്തുള്ള ആളെ നോക്കി. അതാ ഉമർ, അതായിരിക്കും ഉമർ.
നോക്കുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെയുള്ള സഹാബികൾ തെറ്റിദ്ധരിച്ച്, അതല്ല ഉമർ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, മുമ്പിൽ മൂക്ക് കയറി പിടിച്ച് നടക്കുന്ന ആളെ കണ്ടോ, അതാണ് ഞങ്ങളുടെ ഉമർ, അതാണ് ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, അതാണ് ഞങ്ങളുടെ ഖലീഫ, അതാണ് ഞങ്ങളുടെ നേതാവ്, അതാണ് ഞങ്ങളെ പുരുഷനെ വെട്ടിപ്പിടിക്കാൻ പഠിപ്പിച്ചത്, അതാണ് ഞങ്ങളെ സത്യത്തിന്റെ കവാടങ്ങൾ കടത്തിപ്പിച്ചത്. ആ മഹാനായ നായകരാണ് ഞങ്ങളെ ഈ വിപ്ലവത്തിന് ഒരുക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഈ കഥ? ഇതാണോ നിങ്ങളുടെ ഖലീഫ? ആരാണ് പിന്നെ ഒട്ടകപ്പുറത്ത്? അത് പിന്നെ ആരാണ്? നിങ്ങളുടെ രാജ്യത്ത് ഖലീഫയുടെ മുകളിൽ പിന്നെ ഒരു ഖലീഫയുണ്ടോ? നേതാവിന്റെ മുകളിൽ ഉമ്മണി വലിയ മറ്റൊരു നേതാവുണ്ടോ? ലോകത്തിന് കേട്ട് കേൾവിയില്ലാത്ത ആ അത്ഭുതമത ഉമർ റളിയല്ലാഹു കടന്നു വന്നു. ലോകം ഞെട്ടി, കാലം അത്ഭുതപ്പെട്ടു. ഖലീഫ ഉമറുൽ ഫാറൂഖ് ഈ ഉമറിനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. ഉമർ ദീനിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹുമ്മ അഇസ്സനാ ബിഉമർ ഇബ്നുൽ ഖത്താബ്, പടച്ചോനെ ഞങ്ങൾക്ക് ഉമറിനെ കൊണ്ട് ഇസ്സത്ത് തരണേ, ഒന്നും കെട്ട് കൂട്ടിത്തരണേ. ആ ജാഹിലിയത്തിൽ നടക്കുന്ന ഉമറിനെ ഒന്ന് ഈ ദീനിലേക്ക് ചേർത്തുതാ. എന്നിട്ട് അല്ലാഹുവേ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ എന്ന മറ്റൊരു റിവായത്തിൽ ബിഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവേ ദീനിനെ ശക്തിപ്പെടുത്തണേ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ട് ഈ മുത്തിന് ദീനിന് ആവശ്യമാണെന്ന് മുത്തിന്റെ നായകൻ കണ്ടറിഞ്ഞു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം